അപ്പർ കുട്ടനാട്ടിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണം വൈകുന്നത്. നെല്ല് ഏറ്റെടുക്കാനാളില്ലാത്തവരുടെ കൊയ്തെടുത്ത നെല്ല് വരമ്പത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. കിരൺ ചേരുകയാണ്. കിരൺ, ഈ വേനൽമഴ ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ പലയിടങ്ങളിലും വേനൽമഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ അനാസ്ഥയുടെ ഒരു ദുരന്ത ഫലം, ആ ദുരിതങ്ങളൊക്കെയും ഈ സാധാരണക്കാരായ കർഷകർ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ? അവരുടെ ഒരു വേദന, അവരുടെ ഒരു സങ്കടം പറച്ചിൽ ഏത് തരത്തിലാണ്? ഈ അപ്പർ കുട്ടനാടൻ മേഖലയായിട്ടുള്ള മാന്നാറ്, ചെന്നിത്തല, എടത്വ, തലവടി, തകഴി തുടങ്ങിയ മേഖലകളിലാണ് 3 ആഴ്ചയോളമായി ഈ നെല്ല് സംഭരണം വൈകി കിടക്കുന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. ഈ കൊയ്ത്ത് കഴിഞ്ഞ നെല്ലൊന്നും തന്നെ കൃത്യമായി സംഭരണശാലകളിലേക്ക് മാറ്റാൻ കഴിയാത്ത പ്രതിസന്ധി തന്നെയാണ് പ്രധാനമായിട്ടും കുട്ടനാട്ടിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നെല്ലിന് ഉണക്കൽ കൂടുതലാണ് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ സംഭരണത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ വൈകിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത്. മാത്രവുമല്ല, ഈ നെല്ലിന് വേണ്ടി ഇപ്പോൾ കാവൽ കിടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗതികേടാണ് ഈ കുട്ടനാട്ടിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ നെല്ല് പാടത്തിന് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ഇടക്കിടക്കുണ്ടാകുന്ന ഒരു വേനൽമഴ, ഈ വേനൽമഴ നെല്ലിനെ നശിപ്പിക്കുമോ എന്നുള്ളൊരു ആശങ്കയും പ്രധാനമായിട്ടും കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ നെല്ല് സംഭരണത്തിന് അത് വേഗത്തിലാക്കണം എന്നുള്ളൊരു ആവശ്യം പ്രധാനമായിട്ടും ഈ കുട്ടനാട്ടിലെ കർഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. നിലവിലിപ്പോൾ ഈ സംഭരണ സ്ഥാപനങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ഈ നെല്ലിന് ഉണക്കൽ കൂടുതലാണ് എന്നൊരു മറുപടിയാണ്. ഇത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഉടനെ നെല്ല് സംഭരണം ദ്രുതഗതിയിലാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും കുട്ടനാട്ടിലെ കർഷകർ മുന്നോട്ട് വെക്കുന്നത്. കിരൺ, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തിന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല അല്ലേ? കിരൺ പറഞ്ഞതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കൊയ്തെടുത്ത നെല്ല് പാടത്ത് തന്നെ ദിവസങ്ങളോളം സൂക്ഷിക്കുക എന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മഴ വരുന്നോ, മറ്റ് പക്ഷിമൃഗാദികളുടെ ശല്യമുണ്ടാകുന്നോ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയും ഒരു ഇടപെടലും ഈ കൃഷിവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദന വരും ദിവസങ്ങളിലും സ്വാഭാവികമായും മഴയൊക്കെ കനക്കുമ്പോൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത് അല്ലേ? ഈ പ്രതിസന്ധി നേരിടുന്ന കർഷകരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ സർക്കാർ നൽകിയിട്ടുള്ള വിത്ത് വിതച്ച് കൊയ്ത ആളുകളാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിൽ ഈ സ്ഥാപനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം ഈ വിത്തുകൾക്ക് അല്ലെങ്കിൽ നെല്ലിന് അതിൻ്റെ ഗുണനിലവാരം അത് ചോദ്യം ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഉണക്കൽ ഈ ഒരു കാര്യങ്ങളും കൂടാതെ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കിഴിവ് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ സംഭരണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ കർഷകരോട് ആവശ്യപ്പെടുന്നത്. നിലവിലിപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ കിഴിവിലൂടെ ഇത് സംഭരണത്തിനായിട്ട് നെല്ല് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് കർഷകരെ സംബന്ധിച്ച് വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കൂടി സൃഷ്ടിക്കും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ വേണം എന്നുള്ളൊരു ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലൊരു കിഴിവ് ആവശ്യപ്പെടുന്നതെങ്കിൽ പോലും ഇതിൽ കൃത്യമായി സർക്കാർ ഇടപെടാനോ അല്ലെങ്കിൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും കർഷകർ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേനൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ നെല്ലിന്, അതായത് ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന നെല്ലിന് കാവൽ നിൽക്കേണ്ട അവസ്ഥയിലാണ് കുട്ടനാട്ടിലെ കർഷകരുള്ളത്. ഈ നെല്ല് അധികമായി നനഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മുള പൊട്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളോ പക്ഷികളോ ഇത് ഭക്ഷിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നെല്ലിനെ സംരക്ഷിക്കണം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നെല്ലിനെ സംരക്ഷിച്ച് അത് കൊയ്തെടുത്ത് കർഷകരാണ് ഇപ്പോൾ കൊയ്തെടുത്തിട്ടുള്ള നെല്ലിനും കാവൽ കിടക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗതികേടിലേക്ക് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് തന്നെയാണ് നാടിന് അന്നം നൽകുന്ന കർഷകർ ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് വളരെ ഗുരുതരമായൊരു വസ്തുത. കൃത്യമായ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഇടപെടൽ ഉണ്ടാകേണ്ടതുമാണ്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.